പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ സിപിഐയും സിപിഎമ്മും നേർക്കുനേർ. എല്ലാം താനെന്ന ഭാവം കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ല എന്നും ഉപനേതൃ പദവി പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നും സിപിഐ മുഖപത്രം ജനയുഗത്തിലെ ലേഖനത്തിൽ സത്യൻ മുഖേരിയുടെ വിമർശനം. മാതൃകയാകേണ്ടവർ മുന്നണി മര്യാദയുടെ ബാലപാഠം മറന്നുവെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അർഹതപ്പെട്ടതാണ് ചോദിച്ചത് എന്ന് കെ രാജനും വ്യക്തമാക്കി. സിപിഐ നേതാക്കളുടെ വിമർശനത്തിനെതിരെ സിപിഎം സംസ്ഥാന സമിതി അംഗം വി ശിവൻകുട്ടി രംഗത്തെത്തി. സിപിഐ മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന് വി ശിവൻകുട്ടി തിരിച്ചടിച്ചു. അതൊരു മുന്നണി മര്യാദയ്ക്ക് ചേരുന്ന ഒരു കാര്യമാണ്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് പറയുക, അഭിപ്രായം പറയുക എന്നത് ഒരു മുന്നണിയുടെ നേതാവിന് യോജിക്കുന്നതല്ല. അവിടെ തകർക്കുന്നത് മുന്നണിയിൽ ഉണ്ടാവേണ്ട ഒരു ഐക്യത്തെയാണ്. അർഹതയല്ലാത്ത ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ചോദിച്ചത് അർഹതപ്പെട്ടതായതുകൊണ്ട് അക്കാര്യത്തിൽ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം രേഖപ്പെടുത്തി. LDF പിളരാനുള്ള സാധ്യതയുണ്ടോ? അത് തന്നെ ഉത്തരം. മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെയല്ല ചർച്ച ചെയ്യേണ്ടത്. പത്രങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മറുപടി പറയേണ്ടി വരും. PMCയുടെ വിഷയത്തിലും പ്രശ്നം കൂടുതൽ വഷളാക്കിയത് CPI തന്നെയാണ്. സ്ഥാനമാനങ്ങൾക്കപ്പുറം CPIക്ക് LDFനെ ശക്തിപ്പെടുത്തണമെന്നുള്ളൊരു നിലപാട് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, പി പ്രസാദിന്റെയോ കെ രാജന്റെയോ പരാമർശത്തിൽ അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ യാതൊരു തരത്തിലുള്ള സമവായ സാധ്യതകളുമില്ല. അഭിമാനം വ്രണപ്പെട്ടു എന്ന ബോധ്യം തന്നെയാണ് CPI മുന്നോട്ട് നയിക്കുന്നത്. മാധു, തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ CPM-ഉം CPI-യും തമ്മിൽ വലിയ രീതിയിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിരുന്ന കാലമുണ്ടായിരുന്നു. വെളിയം ഭാർഗവന്റെയും കാനം രാജേന്ദ്രനെയും കാലത്തൊക്കെ അത്തരമൊരു അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുകയും വേണ്ടി വന്നാൽ ഞങ്ങൾ വിട്ടുപോവുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഉന്നതമായ നേതൃത്വത്തിൻ്റെ ഒരു നേതൃപാഠവും ഇല്ലാത്തൊരു കാലത്ത് LDF അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഈ കാലത്ത് വന്നിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. CPI-യുടെയും CPM-ന്റെയും നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹം ഏകപക്ഷീയമായി നടത്തിയ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ അതീവ ഗുരുതരമായ മുറിവേറ്റ് മരണശയ്യയിലായിരിക്കുന്നു CPI എന്ന് പറയേണ്ടി വരും. പക്ഷേ അതിൽ നിന്നും ജീവൻ വീണ്ടെടുക്കാനുള്ള ശ്രമം CPI നടത്തുകയാണ്. അത് 3 വർഷം ഇനി തിരഞ്ഞെടുപ്പില്ല എന്നതാണ് CPI-ക്ക് കടുത്ത നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആത്മവിശ്വാസം നൽകുന്നത്. വരുന്ന 3 വർഷത്തിൽ പൊതു തെരഞ്ഞെടുപ്പൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര ശക്തമായ നിലപാട് എടുക്കാനും CPI നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. CPI-യുടെ നേതൃത്വവും CPI-യുടെ അണികളും അപമാനമേറ്റ് ചവിട്ടേറ്റിന് ആ മുന്നണിയിൽ നിൽക്കേണ്ടതില്ല. താൽക്കാലികമായിട്ടെങ്കിലും അതിൽ നിന്ന് മാറണമെന്ന അഭിപ്രായം നേതാക്കൾ ഒരേപോലെ തന്നെ ഉയർത്തുകയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ പ്രതിഫലനമാണ് പി പ്രസാദും കെ രാജനുമൊക്കെ നൽകുന്നത്. എന്ത് തന്നെയായാലും അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ ബിനോയ് വിശ്വത്തിന് പൂർണ്ണ അനുമതി നൽകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിന്റെ പ്രകടനം ഇന്നും നടന്നു. ഏതായാലും വിവരങ്ങൾ നൽകിയത്